ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. ഒമാനിലും ഇന്നാണ് ബലിപ്പെരുന്നാൾ ആഘോഷം. ഗൾഫ് രാജ്യങ്ങൾ ഇന്നലെ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മാനവ ഐക്യത്തിന്റെ ആഘോഷമാണ് ബലിപ്പെരുന്നാളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. ഇസ്ലാമിലെ 2 പെരുന്നാളുകളും 2 ആരാധനകളോടനുബന്ധിച്ചാണ് വരുന്നത്. ഈദുൽ ഫിത്തർ നോമ്പിനോടനുബന്ധിച്ചാണെങ്കിൽ ബലിപ്പെരുന്നാൾ ഹജ്ജിനോടനുബന്ധമായാണ് വരുന്നത്. സഹജീവികളോടുള്ള സ്നേഹത്തിന്റെയും ത്യാഗസമർപ്പണത്തിന്റെയും ഓർമ്മകൾ ഉണർത്തുന്ന ബലിപ്പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ. എന്താണ് അള്ളാഹു കൽപ്പിച്ചത്? അത് യാ അബതി ഫഅൽ മാ തുമർ എന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ധൈര്യപ്പെടുത്തുകയാണ്. എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതങ്ങ് ചെയ്യുക. എന്നെ അറുക്കാനാണ് കൽപ്പിച്ചതെങ്കിൽ അത് നിർവഹിക്കുക എന്ന് പറഞ്ഞ് പിതാവിനെ ആ ഒരു കൃത്യത്തിന് വേണ്ടി നിർബന്ധിച്ച മകൻ്റെ ത്യാഗവും ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. വളരെ കാലം മക്കളില്ലാതിരുന്ന പ്രവാചകനായ ഇബ്രാഹിം നബി പിന്നീട് ജനിച്ച പുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പനയനുസരിച്ച് ബലി കൊടുക്കാൻ തീരുമാനിക്കുന്നു. ബലി നൽകാനൊരുങ്ങുന്ന സമയത്ത് ദൈവദൂതൻ വരികയും ഇസ്മായിലിന്റെ സ്ഥാനത്ത് ആടിനെ വെക്കുകയും ചെയ്യുന്നു. അതിലൂടെ ദൈവപരീക്ഷണത്തെ വിജയിക്കുകയും ചെയ്യുന്നു. ദൈവപരീക്ഷണമായിരുന്ന ബലിയെ അനുസ്മരിച്ചാണ് ഈ പെരുന്നാളിന് ബലിപ്പെരുന്നാൾ എന്ന പേര് വന്നത്. ഈശ്വരപ്രീതിക്ക് വേണ്ടി മനുഷ്യബലി ദൈവഹിതമല്ലെന്ന സന്ദേശവും കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്.